ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിന് പ്രിയമുള്ള ദൈവമക്കളെ, വചനത്തെ ഒത്തിരി സ്നേഹിക്കുന്നവരെ, കർത്താവിൻ്റെ കരുണയുടെ ആർദ്രതയാലും മനസ്സലിവിനാലും ഒരിക്കൽ കൂടി നമുക്ക് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ഭൂമിയുടെ മുഖത്ത് ഭാഗ്യം തരികയാണ് ദൈവം. നുറുങ്ങ് ചിന്തകളാണെങ്കിലും ആത്മീക ജീവിതത്തെ സമ്പുഷ്ടമാക്കി തീർക്കാൻ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന പ്രചോദനങ്ങൾക്കും നമ്മൾ ഉൾക്കൊള്ളുന്ന ദൈവിക ദൂതിനുമായി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഒപ്പം വചനം തന്നും ആലോചന തന്നും ഓരോ ദിവസവും നമ്മളെ ക്രിസ്തുവിൽ ധന്യരാക്കാൻ നമ്മോട് ദൈവം കാണിക്കുന്ന മഹാദയയ്ക്ക് 1000 നന്ദിയും സ്തോത്രവും സ്തുതിയും പുകഴ്ചയും ദൈവത്തിന് കരയേറ്റിക്കൊണ്ട് വചനകേൾവിക്ക് താല്പര്യത്തോടെ കാതോർക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹമുള്ള കർത്താവിനെയും കർത്തൃ ശുശ്രൂഷകന്മാരെയും അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ലളിത സുന്ദര ചിന്തയ്ക്ക് വേണ്ടി സദൃശ്യവാക്യത്തിൽ നിന്ന് ഒരു വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. സദൃശ്യവാക്യം 27-ാം അധ്യായം 19-ാമത്തെ വാക്യം. സദൃശ്യവാക്യം 27:19. വെള്ളത്തിൽ മുഖത്തിനൊത്തവണ്ണം മുഖത്തെ കാണുന്നു, മനുഷ്യൻ തൻ്റെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണുന്നു. മനുഷ്യൻ തൻ്റെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണുന്നു. ഹൃദയം കൊണ്ട് മനുഷ്യനെ കാണുന്നവർ മറ്റുള്ളവരെ എങ്ങനെ കാണുന്നു എന്നത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഒരു ഘടകമാണ്. ഒരു കുടുംബത്തിൽ ജീവിക്കുന്നവരെ സമൂഹത്തെ മാറ്റി നിർത്തും. ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന 4, 5, 6, 7 പേര്, അപ്പൻ, അമ്മ, അമ്മായിയപ്പൻ, മരുമകൾ, മരുമകൻ, കൊച്ചുമക്കൾ, ഗ്രാൻഡ് ഫാദർ, ആരുമാകട്ടെ, അങ്ങനെ ബന്ധങ്ങളാണല്ലോ ഒരു കൂരയുടെ കീഴിൽ ജീവിക്കുന്നത്. അവർ തമ്മിൽ എങ്ങനെ കാണുന്നു എന്നതാണ് ആ കുടുംബത്തിൻ്റെ ഭദ്രതയുടെ രഹസ്യം. ഒരു സമൂഹത്തിൽ, വിശേഷിൽ ഭാരത പശ്ചാത്തലത്തിൽ, വിവിധ സമൂഹം വർഗവർണ്ണ വ്യത്യാസമില്ലാതെ നാനാജാതി മതസ്ഥർ ഒന്നിച്ച് പാർക്കുന്ന മനോഹര ഭൂമിയാണ് ഈ ഭാരതം. പ്രത്യേകിച്ച് നമ്മുടെ കേരളം. പ്രകൃതി രമണീയം. അഭ്യസ്തവിദ്യരും സാധാരണക്കാരും കൂലിവേലക്കാരും ഉന്നതരും വ്യവസായികളും വ്യാപാരികളും എന്നു വേണ്ട ഒത്തിരി ആളുകളാൽ സമ്പുഷ്ടമാണ്. ഇവർ പരസ്പരം മനുഷ്യനെ, ആരുമായിക്കോട്ടെ, കോടീശ്വരനോ സാധാരണക്കാരനോ കൂലിക്കാരനോ സമ്പന്നനോ ആരുമാകട്ടെ, തമ്മിൽ മനുഷ്യനെ എങ്ങനെ കാണുന്നു, എന്തുകൊണ്ട് കാണുന്നു എന്നത് സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്ക്, സന്തോഷത്തിന്, സമാധാനത്തിന്, ഐശ്വര്യത്തിന്, നിലനിൽപ്പിന് എല്ലാം ബാധകമാണ്. നിങ്ങളുടെ കമ്പനിയുടെ തൊഴിലാളിയെ നിങ്ങളെങ്ങനെ കാണുന്നു, എന്തുകൊണ്ട് കാണും? എന്തുകൊണ്ട് എന്നതിനെ ഞാൻ ഉദ്ദേശിച്ചത്, ഈ വാക്യം സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമ്മുടെ ഹൃദയം എങ്ങനെയാണോ ആ ഹൃദയം കൊണ്ടാണ് നമ്മൾ മനുഷ്യനെ കാണേണ്ടത്. കണ്ണുകൊണ്ട് വസ്തുക്കളെ എല്ലാം കാണട്ടെ, മനുഷ്യനെ കണ്ണുകൊണ്ട് കാണരുത്, ഹൃദയം കൊണ്ട് കാണണം. ഞാൻ ആ വാക്കൊന്നൂടെ ആവർത്തിക്കട്ടെ. കണ്ണുകൊണ്ട് വസ്തുക്കളെ കാണട്ടെ, ഈ പ്രപഞ്ചത്തെ, ഇവിടുത്തെ സസ്യലതാദികളെ, വർണ്ണശബളമായിരിക്കുന്ന പൂക്കളും മരങ്ങളും മനോഹാരിതയും ഇതെല്ലാം കണ്ണുകൊണ്ട് കാണട്ടെ. അതിനാണല്ലോ കണ്ണ്. ഒരു കാഴ്ച ബംഗ്ലാവിൽ പോകുമ്പോൾ നിങ്ങളവിടെ കാണുന്ന മനോഹരമായ തൂവലുകളുള്ള വളരെ സുന്ദരികളായ മനോഹര രൂപികളായ പക്ഷികളെയും നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുന്ന, നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന മൃഗങ്ങളെയും എല്ലാം കണ്ണുകൊണ്ട് കാണട്ടെ. ഈ കാണുന്ന സകല പ്രപഞ്ചത്തെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെയും സൂര്യചന്ദ്രാദികളെയും എല്ലാം കണ്ണുകൊണ്ട് കാണട്ടെ. മനുഷ്യനിർമ്മിതമായിരിക്കുന്ന എല്ലാ വസ്തുതകളെയും കണ്ണുകൊണ്ട് കണ്ട് വിലയിരുത്തട്ടെ. എന്നാൽ മനുഷ്യനെ, ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മണിമകുടമായിരിക്കുന്ന മനുഷ്യനെ കണ്ണുകൊണ്ടല്ല കാണേണ്ടത്, ഹൃദയം കൊണ്ട് കാണണം. ദൈവം നമ്മെ കണ്ടത് ഹൃദയം കൊണ്ടാണ്. യേശുക്രിസ്തു ഇവിടെ വന്ന് പലരെയും കണ്ടത് ഹൃദയം കൊണ്ടാണ്. അതുകൊണ്ടാണ് പരീശന്മാർക്ക് ഇഷ്ടപ്പെടാതിരുന്നത്. അവർ പറഞ്ഞു, പാപികളുടെയും ചുങ്കക്കാരുടെയും കൂടെ ആഹാരം കഴിക്കാൻ പോയിരിക്കുന്ന ഒരു റബ്ബി വന്നിരിക്കുന്നു നാണം കെടുത്താൻ. കാരണം അവർ മനുഷ്യനെ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ ദൈവപുത്രൻ മനുഷ്യനെ ഹൃദയം കൊണ്ട് കണ്ടു. കുഷ്ഠരോഗിയെ, തളർന്നു പോയവരെ, യഹൂദൻ്റെ ദേവാലയത്തിൻ്റെ പടിക്കെട്ടുകൾക്ക് താഴെ പുരോഹിതന്മാരുടെയും യഹൂദ മേലാളന്മാരുടെയും നിയന്ത്രണത്തിന് കീഴെ ആയിരുന്ന ബെഥെസ്ദാ കുളക്കരയിൽ കിടന്ന പാവപ്പെട്ട രോഗികളെ മനുഷ്യൻ, അവിടെ വന്നവർ പുരോഹിതന്മാർ അവരുടെ കണ്ണുകൊണ്ട് കണ്ടു. ദൈവകോപത്തിനിരയായി വയറ്റിൽ കിടന്ന് തന്നെ അംഗവൈകല്യം വന്ന് കണ്ണില്ലാത്ത കാലില്ലാത്ത മുടന്തനും കുരുടനുമായി കിടക്കുന്നവർ, അവരെ ആ വിധത്തിൽ
മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത് പോലെ എന്തെങ്കിലും ആഹാരം കൊടുത്തൊരു മൂലയിൽ ഒതുക്കിയിട്ടപ്പോൾ മഹാദൈവത്തിൻ്റെ പുത്രൻ താഴെ വന്നിട്ട് കണ്ണുകൊണ്ടല്ല ഹൃദയം കൊണ്ട് കണ്ടു. ഹൃദയം കൊണ്ട് കണ്ടു. കല്ലെറിയാൻ വേണ്ടി ഒരു സ്ത്രീയെ വ്യഭിചാരക്കുറ്റത്തിന് പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക് പള്ളിമുറ്റത്തേക്ക് ഓടിച്ചുകൊണ്ട് വന്നു, ദേവാലയമുറ്റത്തേക്ക് കല്ലെറിയാൻ വേണ്ടി കൊണ്ടുവന്ന പരീശന്മാരെല്ലാവരും ന്യായപ്രമാണത്തിലൂടെയാണ് അവളെ കണ്ടത്. യേശുക്രിസ്തു പ്രമാണമില്ലാത്തവനോ സഭ്യതയില്ലാത്തവനോ അല്ലെങ്കിൽ കുറ്റത്തെ കുറ്റമായി കാണാത്തവനല്ല. മനുഷ്യനെ എപ്പോഴും യേശു നിയമത്തിൻ്റെ കണ്ണുകൊണ്ടല്ല, കരുണയുടെ കണ്ണുകൊണ്ട്, ദയയുടെ കണ്ണുകൊണ്ടാണ് കാണുന്നത്. അത് ഹൃദയത്തിൻ്റെ ഒരു വൈകാരികതയാണ് ഈ കരുണ, ദയ എന്നൊക്കെ പറയുന്നത്. നിയമത്തിനൊരിക്കലും കരുണ കാണില്ല. നിയമത്തിനകത്ത് കരുണയില്ല, നിയമത്തിനകത്ത് ദയയില്ല. പക്ഷെ ദൈവത്തിൻ്റെ അകത്ത് കരുണയുണ്ട്, ദയയുണ്ട്. ആ കണ്ണുകൊണ്ടാണ് കണ്ടത്. ദാവീദിനെ നാബാൽ എന്ന് പറയുന്നൊരു വലിയ മുതലാളി, ആട് കൃഷിയാണ് അദ്ദേഹത്തിൻ്റെ പണി. ആടുകളുടെ രോമം കത്തിരിച്ച് കാശുണ്ടാക്കി ആ രോമം കത്തിരിക്കുന്ന ദിവസം ആളുകൾക്കെല്ലാം, നാട്ടുകാർക്കെല്ലാം ഔപചാരികമായിട്ട് ഔദാര്യമായിട്ട് വയറ് നിറച്ച് വിരുന്നു കൊടുത്ത മനുഷ്യൻ. പക്ഷെ ദാവീദിനെ കണ്ടത് ഒരു പുച്ഛമുള്ള കണ്ണുകൊണ്ടാണ്. അതുകൊണ്ട് പറഞ്ഞ് ആ യജമാനനെ വിട്ട് ഓടിപ്പോകുന്ന തുമ്പുകെട്ടവന്മാർ, അങ്ങനെ എന്തോ പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അബിഗയിൽ അദ്ദേഹത്തെ കണ്ടത് ജ്ഞാനദൃഷ്ടി കൊണ്ടാണ്. അവൾ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, യജമാനനെ, എൻ്റെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ പേര് പോലെ തന്നെയാണ്, അവിവേകമുണ്ട്, ക്ഷമിക്കണം. അത് അങ്ങ് ആരാന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങ് ചെയ്യുന്നത് യഹോവയുടെ യുദ്ധങ്ങളാണ്. അങ്ങയ്ക്ക് ദൈവം ഈ രാജ്യം തന്നിരിക്കുകയാണ്. അങ്ങനെ ഭാവി കാലം ചൊല്ലി കുറേ കാര്യങ്ങൾ വന്നു. നാളെ ദൈവം അങ്ങേക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ രക്തച്ചൊലിച്ചിലുണ്ടായെന്നും പറഞ്ഞ് ദൈവം അത് മാറ്റിവെക്കരുത്. ഇപ്പോൾ നാളകളെ കണ്ടത് ഹൃദയം കൊണ്ടാണ്, ജ്ഞാനദൃഷ്ടി കൊണ്ടാണ്. ഭർത്താവ് കണ്ട കണ്ണുകൊണ്ടല്ല ഭാര്യ കണ്ടത്. അപ്പോൾ ഓരോരുത്തർ കാണുന്നത് ഓരോ രീതിയിലാണ്. ഞാനങ്ങനെ കഥ പറഞ്ഞു പോയാൽ നിങ്ങൾക്കുള്ള ദൂത് കിട്ടത്തില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പലരെയും കാണുന്നത് അവരവരുടെ സഭയുടെ കണ്ണാടിയിലൂടെയാണ്. ഞങ്ങളുടെ സഭക്കാരല്ലല്ലോ. ഈ വീണ്ടെടുക്കപ്പെട്ടവരെന്ന് പറഞ്ഞവർ പോലും പല ഗ്രൂപ്പുകളാണ്. അവർ പോലും കാണുന്നത് അവരുടെ പോളിസിയുടെ അടിസ്ഥാനത്തിലാണ്. മതത്തിൻ്റെ, അതുപോലെ സമുദായത്തിൻ്റെ, രാഷ്ട്രീയ പാർട്ടിയുടെ, സവർണ മേധാവിത്വത്തിൻ്റെ ആ കണ്ണുകൊണ്ടൊക്കെയാണ് കണ്ടത്. ഭാരതത്തിലൊക്കെ അങ്ങനെ കാണുന്നവർ ഉണ്ടായിരുന്നു, അടിമത്തം. പക്ഷെ ഇന്നങ്ങനെ കാണുന്നവരൊക്കെ കുറഞ്ഞു വന്നിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ ഒരിക്കലും മതങ്ങളുടെ കണ്ണുകൊണ്ട് കാണരുത്, സമുദായത്തിൻ്റെ ഒന്നും കണ്ണുകൊണ്ട് കാണരുത്. ആശയങ്ങൾക്ക് തമ്മിൽ വ്യത്യാസം കാണും, പക്ഷെ മനുഷ്യനെ ദൈവം കണ്ടതുപോലെ കാണണം, ഹൃദയം കൊണ്ട് കാണണം. നിൻ്റെ ജീവിത പങ്കാളിയെ കണ്ണുകൊണ്ട് കാണരുതേ. ഈ കണ്ണ് വസ്തുക്കളെ കാണാൻ, ഈ പ്രപഞ്ചത്തെ കാണാൻ. പക്ഷെ നിൻ്റെ കുഞ്ഞുങ്ങളെ നീ കണ്ണുകൊണ്ട് കാണരുത്. കാക്കയ്ക്ക് തൻകുഞ്ഞും പൊൻകുഞ്ഞാന്ന് പറയുന്നില്ല. എന്തുകൊണ്ടാണ്? ഹൃദയം കൊണ്ട് കാണുന്നതുകൊണ്ടാണ്. കണ്ണുകൊണ്ട് കാണുമ്പോൾ നമ്മുടെ കൊച്ചിനേക്കാൾ സൗന്ദര്യമുള്ള, നമ്മുടെ കൊച്ചിനേക്കാൾ പേഴ്സണാലിറ്റി ഉള്ള, നമ്മുടെ കൊച്ചിനേക്കാൾ കളറുള്ളൊരു കൊച്ചിനെ കാണുമ്പോൾ നമ്മുടെ കൊച്ചിനോട് കലി തോന്നും. നമ്മുടെ ഭാര്യയേക്കാൾ സൗന്ദര്യമുള്ള, നമ്മുടെ ഭാര്യയേക്കാൾ ഒരുപക്ഷെ കഴിവുള്ള, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അപ്പം നമുക്ക് വല്ലായ്മ തോന്നും, നമുക്ക് നമ്മളോട് വെറുപ്പ് തോന്നും, നമുക്ക് നമ്മുടെ പങ്കാളിയോട് കലിപ്പ് തോന്നും. നിന്നെ എന്തിനു കൊള്ളാം എന്ന് ചോദിക്കാൻ തുടങ്ങും. കാരണം താങ്കൾ കണ്ണുകൊണ്ട് തൻ്റെ പങ്കാളിയെ കണ്ടു, തൻ്റെ കുഞ്ഞിനെ കണ്ടു, തൻ്റെ ഭർത്താവിനെ കണ്ടു. അരുത്, ഹൃദയം കൊണ്ട് കാണണം. എൻ്റെ ദൈവം എനിക്ക് തന്ന സ്നേഹസമ്മാനമാണ്. ഹൃദയം കൊണ്ട് കാണണം. ഹൃദയം കൊണ്ട് കണ്ടാൽ എന്തെല്ലാം വൈകല്യം വന്നാലും, എന്തൊക്കെ ബലഹീനത വന്നാലും, ചത്താലും നമുക്ക് കണ്ട കണ്ണൊരിക്കലും മാറ്റാൻ പറ്റില്ല, കാഴ്ചപ്പാട് മാറ്റാൻ പറ്റില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വാക്യം ഒന്നോടെ വായിച്ചോട്ടെ. മനുഷ്യൻ തൻ്റെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണുന്നു. നമ്മുടെ ഹൃദയത്തിനകത്ത് മുഴുവൻ വ്രണങ്ങളാണെങ്കിൽ, അഴുക്കാണെങ്കിൽ, പുച്ഛമാണെങ്കിൽ എല്ലാവരെയും അങ്ങനെ കാണത്തുള്ളൂ. നമ്മളെ പഠിപ്പിച്ചത് അനുസരിച്ച് നമ്മൾ വലിയ പുള്ളികളാണ്, മറ്റവരൊക്കെ ചീത്തയാണ് എന്നാണ് നിങ്ങളുടെ വീട്ടിൽ പഠിപ്പിച്ച് ഹൃദയത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നെങ്കിൽ
സ്കൂളിൽ പഠിക്കുന്ന പ്രായം മുതൽ അങ്ങനെ കാണത്തുള്ളൂ. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ച കാലത്ത് ആ തിക്താനുഭവങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അന്ന് ഇതുപോലെ ഒത്തിരി ടൈപ്പ് സ്കൂളുകളൊന്നുമില്ലല്ലോ. ഞങ്ങളുടെ നാട്ടിലെ മലയാള സ്കൂളുകൾ പഠിക്കുമ്പോൾ സമ്പന്നർ, ഉന്നതർ, സവർണർ ഇവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിള്ളേരെ പറഞ്ഞു വിട്ടതും പഠിപ്പിച്ചു വിട്ടതും കണ്ണുകൊണ്ട് കണ്ട് മാറ്റി നിർത്താനാണ്, ഹൃദയം കൊണ്ട് കാണാൻ പഠിപ്പിച്ചില്ല. അവിടെ മുതൽ ഭാരത പശ്ചാത്തലം, നമ്മുടെ നാടൊക്കെ, നമ്മുടെ പിതാക്കന്മാരൊക്കെ ഒത്തിരി അത് അനുഭവിച്ചിട്ടുണ്ടാകും. അടിമത്തം, കാളയെപ്പോലെ പാടം ഉഴുതിപ്പിച്ച, കാളയെ കെട്ടേണ്ട സ്ഥാനത്ത് മനുഷ്യനെ കെട്ടി ഒഴിവിച്ച ലോകമാണ്, നാടാണിത്. പക്ഷെ ഇന്ന് ബൈബിൾ നമ്മോട് പറയുന്നു, ഒരിക്കലും നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പങ്കാളിയെ ഹൃദയം കൊണ്ടേ കാണാവൂ. എന്തൊക്കെ വന്നാലും കണ്ണുകൊണ്ട് കണ്ടപ്പോഴാണ് മറ്റു പലരെയും കണ്ടിട്ട് ഇട്ടിട്ട് പോയത്. കണ്ണ് സൗന്ദര്യത്തെ മാത്രം, പുറമേയുള്ള ഭംഗിയെ മാത്രം നമുക്ക് കാണിച്ചു തരും. ഹൃദയം അബിഗയിൽ പറഞ്ഞതുപോലെ ബന്ധങ്ങളെ, ദൈവിക ദാനങ്ങളെ, പരമാർത്ഥതയെ, നാളകളെ കാണിച്ചു തരും. സ്നേഹിതരെ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ മനുഷ്യരെയും, എൻ്റെ പ്രിയപ്പെട്ടവരെയും, എൻ്റെ എല്ലാ മക്കളെയും ഹൃദയം കൊണ്ട് കാണാൻ. എല്ലാ മക്കൾക്കും ഒരു കഴിവായിരിക്കില്ല. ടീച്ചേഴ്സ്, അധ്യാപകർ, ഡോക്ടേഴ്സ്, ആരുമാകട്ടെ, എന്നെ ഒത്തിരി പേര് കേൾക്കുന്നില്ലേ? അവർ തരുന്ന പണം കൊണ്ടോ അവരുടെ കഴിവ് കൊണ്ടോ അവരെ കാണരുത്. കഴിവ് കുറഞ്ഞവർ കണ്ടേക്കാം, പണം കുറവുള്ളവർ കണ്ടേക്കാം. പക്ഷെ അവരെല്ലാവരെയും ഹൃദയം കൊണ്ട് കണ്ടാൽ നമുക്കവരെ നേടാം. എൻ്റെ യേശു ലോകത്തിൽ വന്നപ്പോൾ എല്ലാവരെയും ഹൃദയം കൊണ്ട് കണ്ടു. വിമർശനങ്ങളെ പേടിച്ചില്ല. കണ്ണുകൊണ്ട് കാണരുത്. മനുഷ്യൻ കണ്ണുകൊണ്ട് കാണുന്നു, ദൈവമോ ഹൃദയങ്ങൾ നന്നായി ഗ്രഹിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും ദൈവം എന്നോട് പറയുന്നു, എൻ്റെ സൃഷ്ടിയെ, ഞാൻ കൈകൊണ്ട് മെനഞ്ഞ എൻ്റെ മനുഷ്യനെ നീ കണ്ണുകൊണ്ട് കണ്ടിട്ട് മാർക്കിടരുത്, വിലയിടരുത്. നിങ്ങളുടെ കുടുംബത്തെ ഇന്നു മുതൽ ഹൃദയം കൊണ്ട് കാണും. പുറമേ നോക്കുമ്പോൾ ഇച്ചിരി കുറവൊക്കെ കാണുമെന്ന് മറ്റു പലരുമായിട്ട് തൂക്കരുത്. ഹൃദയം കൊണ്ട് കണ്ടേ. ദൈവം നിനക്ക് തന്ന സ്നേഹസമ്മാനം എത്ര ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കും. ഉടയാതിരിക്കും, പൊളിയാതിരിക്കും, അപകർഷതാബോധമില്ലാതിരിക്കും. നമുക്ക് നമ്മെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഹൃദയം കൊണ്ട് കാണാം. കണ്ണുകൊണ്ട് വസ്തുക്കളെ കാണാം, ഹൃദയം കൊണ്ട് മനുഷ്യനെ കാണാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ ആത്മീക വാക്കുകൾക്ക് നന്ദി. അപ്പാ, ഞങ്ങൾ അങ്ങയുടെ സൃഷ്ടിയെ, മനുഷ്യനെ എങ്ങനെ കാണണമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് നന്ദി. അതൊരു ഭയങ്കര മൂവ്മെൻ്റ് ആകട്ടെ കർത്താവേ, ഉണർവാകട്ടെ. കുടുംബ ഭദ്രതയ്ക്ക്, സമൂഹത്തിൻ്റെ നന്മയ്ക്കൊക്കെ ഇത് കാരണമാകട്ടെ. ഒത്തിരി പേര് ഈ ദൂത് കേൾക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയദൃഷ്ടി എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, അത് പ്രകാശിക്കട്ടെ, അത് തുറന്നു വരട്ടെ, അകക്കണ്ണ് തുറക്കട്ടെ. അതുകൊണ്ട് മനുഷ്യനെ കാണാൻ പറ്റട്ടെ. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.